ശബരിമലയിലെത്തുന്ന കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതം. അയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും പ്രത്യേക ദർശന സൗകര്യം ഒരുക്കുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. ജനം TV വാർത്തയെ തുടർന്നാണ് കഴിഞ്ഞ തവണ കുഞ്ഞുങ്ങൾക്കുള്ള പ്രത്യേക ദർശന സൗകര്യം ഒരുക്കിയത്. എന്നാൽ ഇത്തവണ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഇടപെടലില്ല. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു നമ്മളോടൊപ്പം. അരുൺ, നമുക്കറിയാം എല്ലാ തീർത്ഥാടന കാലത്തും ഭക്തർക്ക് അസൗകര്യങ്ങളും പരിമിതികളും ഒക്കെ സമ്മാനിക്കുന്ന ഒരു ദേവസ്വം ബോർഡാണ് എന്നുള്ളത്. അതൊക്കെ നമ്മൾ പലപ്പോഴും വാർത്തകളിലൂടെ പുറം ലോകത്ത് എത്തിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഏറെ ദുരിതം അനുഭവിക്കുന്നത്, കണ്ടു നിന്നാൽ കരളലിയുന്ന കാഴ്ചയിലേക്ക് പോകുന്നത് കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളുമൊക്കെ കഷ്ടപ്പെടുന്നതാണ്. കാരണം മുതിർന്നവർക്കിടയിൽ ഇങ്ങനെ മണിക്കൂറുകൾ നീളുന്ന ആ ക്യൂവിൽ നിൽക്കേണ്ടി വരികയും ദാഹജലം പോലും കിട്ടാതെ പൊട്ടിക്കരയുന്ന കാഴ്ചയും തിങ്ങി ഞെരുങ്ങി ഇവരുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങേണ്ടി വരുന്ന കാഴ്ചയുമൊക്കെ നമുക്ക് അങ്ങേയറ്റം വിഷമം ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇപ്പോഴും അതിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? രോഹിണി, കഴിഞ്ഞ ദിവസങ്ങളിൽ തിരക്കുള്ള ദിവസങ്ങളിൽ നമ്മുടെ ക്യാമറാമാൻ രഞ്ജിത്ത് മോഹൻ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. ശബരിമലയെ സംഭവിച്ചോളം എല്ലാവർക്കും ആ ഭഗവാനെ ഒന്ന് തൊഴുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വരുന്ന വഴികളിലൊക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടും. മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ അവിടെ കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും അനുഭവിക്കുന്ന ആ ദുരിതങ്ങൾ അതുതന്നെയാണ് ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ തുടക്കത്തിൽ ഈ വാർത്ത നമ്മൾ പ്രക്ഷേപണം ചെയ്തതിന് ശേഷമാണ് ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ പോലീസും ചേർന്ന ഈ ഒരു പദ്ധതി കുഞ്ഞയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും ദർശനം നടത്താനുള്ള ഒരു പ്രത്യേക സംവിധാനം, പ്രത്യേക ദർശന സൗകര്യം ഒരുക്കിയിരുന്നത്. പക്ഷേ ഇക്കുറി ആദ്യ ഒരാഴ്ച പിന്നിടുമ്പോഴും ഇതിനൊരു കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല. തിരക്കുള്ള സമയങ്ങളിൽ കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടാണ്. അതുതന്നെയാണ് ഈ ദൃശ്യങ്ങളിലൂടെ പ്രകടമാകുന്നത്. കരളലിയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ശബരിമല സന്നിധാനത്തു നിന്നും നമുക്ക് കാണാനാകുക. എന്തായാലും ഈ ഒരു വാർത്ത പുറത്ത് വന്നതിന് ശേഷം എന്തായാലും സുഖദർശനത്തിനുള്ള ഒരു സൗകര്യത്തിലേക്ക് ദേവസ്വം ബോർഡും പോലീസും അതോടൊപ്പം തന്നെ ഈ ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഏറ്റവും അത്യാവശ്യമായി തന്നെ ഏറ്റവും ഉടനടി അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ട ഒരു വിഷയമായി തന്നെ ഇത് മാറുകയാണ്. കാരണം അത്ര വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് അറിയാം, ഇടവിട്ട് മഴ കൂടി പെയ്യുന്നു. ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കൂടി ഈ കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത് നമുക്ക് വലിയ രീതിയിലുള്ള സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും കഴിഞ്ഞ തവണ എത്രയും കൃത്യമായി തന്നെ നടപ്പാക്കി വിജയിപ്പിച്ച ഒരു പദ്ധതിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തവണ ആ ഒരു നടപടിയിലേക്ക് ഇവർ പോകാഞ്ഞതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 2-3 അവലോകന യോഗങ്ങൾ ശബരിമല സന്നിധാനത്ത് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെയും ആ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണയും ആദ്യ ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയായിരുന്നു അവസ്ഥ. പക്ഷേ ഇതിനുശേഷം ഈ വിഷയങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് അടിയന്തരമായ ഒരു നടപടിയിലേക്കെല്ലാം തന്നെ പോയത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജനത്തിരക്കുണ്ടാകുന്ന ഒരു ദിവസങ്ങളിലാണ് ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. എന്തായാലും താൽക്കാലികമായുള്ള സംവിധാനങ്ങൾക്കപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിൽ എത്താവുന്ന രീതിയിലുള്ള ക്രിയാത്മകമായ ഇടപെടൽ നടത്തി ഈ കുഞ്ഞയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ ഒരു വിപുലമായ ഒരു സൗകര്യം ഒരുക്കണമെന്നുള്ളത് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയൊരു ആവശ്യമാണ്. അതുതന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും അടിയന്തരമായി ഇടപെടേണ്ട ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ പോലീസുമാണ് തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും ഈ രണ്ട് വിഭാഗങ്ങളും ഉടൻ തന്നെ ഈ ഒരു വിഷയത്തിൽ നടപടി എടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട എന്തായാലും അധികൃതർക്ക് ഈ ഒരു വാർത്ത നമ്മൾ കൃത്യമായി
ദേവസ്വത്തിന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഉടനടി നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു ആശ്വാസകരമായുള്ള ഒരു വാർത്ത കൂടിയാണ് നമുക്ക് ഈ സമയത്ത് പങ്കുവെക്കാനുള്ളത്.